അഭ്യാസഗാനങ്ങളിൽ അവസാനത്തെ പാഠങ്ങളായ വർണ്ണങ്ങൾ എന്നുള്ള പാഠത്തിൽ രണ്ടാമത്തെ വർണ്ണമായ ആഭോഗി രാഗത്തിലുള്ള വർണ്ണം ആണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് ആദ്യം പഠിച്ച മോഹന രാഗം പോലെ ഈ ആഭോഗി രാഗവും ഒരു ഔഡവ രാഗമാണ്. എന്ന് വെച്ചാൽ ആരോഹണത്തിലും അവരോഹണത്തിലും 5 സ്വരം മാത്രം ഉണ്ടാവും. ഇതിൽ സരി ഗമ ദസ ആരോഹണവും സാ ദാമ ഗരിസ എന്നുള്ളത് അവരോഹണമാണ്. ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, സാധാരണ ഗാന്ധാരം, ശുദ്ധമധ്യമം, ചതുശ്രുതി ദൈവതം. തിരിച്ചു വരുമ്പോൾ അതേ ക്രമത്തിൽ ഷഡ്ജം, ചതുശ്രുതി ദൈവതം, ശുദ്ധമധ്യമം, സാധാരണ ഗാന്ധാരം, ചതുശ്രുതി ഋഷഭം. ഇതാണ് ആഭോഗരാഗത്തിൻ്റെ ആരോഹണവും അവരോഹണവും. അത് നമുക്ക് വായിച്ചു നോക്കാം. ഇത് വായിക്കുമ്പോൾ ഗാന്ധാരം, അതായത് സാധാരണ ഗാന്ധാരം ചതുശ്രുതി ഋഷഭം മെട്ടിൽ തള്ളി വായിക്കുക. ഇതാണ് ആരോഹണം. സരി ഗമ ദസ. ഒന്നുകൂടി. അവരോഹണം ഇതേ ക്രമത്തിൽ സാ ദാ മ ഗ രി സ. ആരോഹണം ഗാന്ധാരം നന്നായിട്ട് തള്ളി വായിക്കണം, അവരോഹണം ഗാന്ധാരം മെല്ലെ തള്ളി വായിക്കണം. ഈ കാര്യം വളരെ ശ്രദ്ധിക്കണം. സാധാരണ ഗാന്ധാരമായതുകൊണ്ട് അവരോഹണം ഗാന്ധാരം ചതുശ്രുതി ഋഷഭത്തിനേക്കാളും കുറച്ചുകൂടി മുകളിൽ കേൾക്കണം. എന്നാൽ ഒരുപാട് വരെ പോകരുത്. അതുകൊണ്ടാണ് അവരോഹണം ഗാന്ധാരം മെല്ലെ തള്ളി വായിക്കാൻ പറഞ്ഞത്. ഒന്നുകൂടി വായിച്ചു നോക്കാം. ഏത് സ്പീഡിൽ വായിച്ചാലും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആരോഹണം ഗാന്ധാരം നന്നായിട്ട് തള്ളി വായിക്കുക. അതുപോലെ ആരോഹണത്തിൽ വായിക്കുന്ന ചതുശ്രുതി ദൈവതം നന്നായിട്ട് തള്ളി വായിക്കുക. അവരോഹണ സ്വരങ്ങൾ വായിക്കുമ്പോൾ മെല്ലെ തള്ളി വായിക്കുക, ഒരുപാട് തള്ളരുത്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നമുക്ക് ഈ വർണ്ണത്തിലേക്ക് പോകാം. ഈ വർണ്ണത്തിൽ നേരത്തെ വായിച്ച മോഹന വർണ്ണം പോലെ തന്നെ പല്ലവിയിൽ 2 താളവട്ടം, അനുപല്ലവി 2 താളവട്ടം, ചിട്ടസ്വരം 2 താളവട്ടം, ചരണത്തിൻ്റെ സാഹിത്യം 1 താളവട്ടവും, ആദ്യത്തെ 3 ചരണസ്വരങ്ങളും ഓരോ താളവട്ടവും, അവസാനത്തെ സ്വരം 2 താളവട്ടവും. ഇങ്ങനെയാണ് ഈ വർണ്ണത്തിൻ്റെ ഘടന. നമുക്ക് ആദ്യം പല്ലവിയിൽ 2 താളവട്ടം നോക്കാം. അതിൽ ആദ്യത്തെ താളവട്ടം യവരി ബോധന വിനി എന്നുള്ള സാഹിത്യമാണ്. 2 കള ആദ്യ താളം രീ ഗ ഗ രി സ സ രി സ സ ദ മ ദ മ ദ സ ദ സ ദ സ രി ഗ മ ഗ ഗ രി സ.
നമുക്ക് ഓരോ ഫ്രേസ് ആയിട്ട് പോവാം. റി ഗ ഗ രി സ യേ വ രി. ഈ ഗരിസ വായിക്കുമ്പോൾ ഗാ 2 പ്രാവശ്യം മെല്ലെ തള്ളിയതിന് ശേഷം റി സാ എന്ന് വന്ന് വായിക്കും. ഗ സരിസ എന്ന് കേൾക്കും. പിന്നെ രണ്ടാമത്തെ കമ്പിയിൽ സ രി സ സ. ആ രി തള്ളാതെ വായിക്കണം, ശ്രദ്ധിക്കണം. സാധാരണ ഗാന്ധാരമായതുകൊണ്ട് ഋഷഭം ഒരിക്കലും തള്ളി വായിക്കരുത്. സ രി സ സ. പിന്നെ ദ മ ദ എന്ന് വായിക്കുമ്പോൾ മാ എന്നുള്ളത് മൂന്നാമത്തെ കമ്പിയിൽ മാ ആണ്. ദ രണ്ടാമത്തെ കമ്പിയിൽ. സ രി സ സ ദ മ ദ. പിന്നെ മ ദ സ ദ സ. മാ മൂന്നാമത്തെ കമ്പിലാണ്. ദസ രണ്ടാമത്തെ കമ്പിയിൽ ഉറുമിയിട്ട്. പിന്നെ ദ സ വായിക്കുമ്പോൾ സായിന്ന് ദാലേക്കും ദായിന്ന് തിരിച്ച് സാലേക്കും. ഇത് മാ ദസ. പിന്നെ ദ സ രി ഗ. ദ രണ്ടാമത്തെ കമ്പിയിലും സരിഗ എന്നുള്ളത് ആദ്യത്തെ കമ്പിയിലും. ദ സ രി ഗ. പിന്നെ മഗ ഗരിസ. മാഗ ഉറുമിയിട്ട് ഗരി ഉറുമിയിട്ട്. അവിടെയും ആ ഗരി വായിക്കുമ്പോൾ ഗ സരി എന്ന് കേൾക്കുന്ന പോലെ വായിച്ചാൽ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. മഗ ഗരി സ. ri ga ga ri sa sa ri sa sa da ma da sa da sa ri ga ma ga ga ri sa.
ഇതിൽ മൂന്നാമത്തെ കമ്പിൽ വായിക്കുന്ന മധ്യമത്തിനും പിന്നെ അവസാനം ആദ്യത്തെ കമ്പിൽ വായിക്കുന്ന ഋഷഭത്തിനും താളം ഉണ്ടാവും. ആ താളം വരുന്ന സ്വരം ശ്രദ്ധിക്കുക. റി ഗ ഗ രി സ സ രി സ സ ദ മ ദ. പിന്നെ അടുത്ത വരുന്ന മാ ആണ് താളം. മ ദ സ ദ സ ദ സ രി ഗ മ ഗ ഗ രി സ. ദസരിഗ വായിക്കുമ്പോൾ ആ രീക്ക് മീട്ടാതെ താളം വരണം. ദസരി. ദസരി ഗ മ ഗ ഗ രി സ. ഒന്നുകൂടി. ഒന്നുകൂടി. ഇതാണ് ആദ്യത്തെ താളവട്ടം. ഇത് കഴിഞ്ഞിട്ടുള്ള താളവട്ടം രി ഗ മ ഗ മ രി ഗ സ രി ദ സ രി ഗ മ ദ മ ദ സ സ ദ സ ദ മ ഗ മ ഗ രി സ. ഇതും ഓരോ ഫ്രേസായിട്ട് വായിക്കാം. റിഗമ ഗാമ. റിഗമ ഒരു മീട്ടും ഗാമ ഒരു മീറ്റും. ആ ഗാമ വായിക്കുമ്പോൾ മായിന്ന് ഗാലേക്കും ഗായിന്ന് തിരിച്ച് മാലേക്കും വരണം. ഒരു മീറ്റ്. പിന്നെ രി ഗ മ ഗ മ രി ഗ സ രി. ഒന്നുകൂടി. ദ സ രി ഗ മ ദ ഒരു മീട്ടും രണ്ടാമത്തെ കമ്പിയിൽ ദ ഒരു മീട്ടും സരിഗമ ഒരു മീട്ടും. ദ സ രി ഗ മ. ഈ സരിഗമ 4 സ്വരവും ചിലപ്പോൾ ഒരു മീറ്റിൽ കേൾക്കില്ല. അതുകൊണ്ട് ഇടയ്ക്ക് ഗ വേണമെങ്കിലും മീട്ടാം. ദ സരി ഗമ എന്ന് വായിക്കാം. പിന്നെ ദ മ ദ സ സ.
ദ താളം. പിന്നെ ദ സ ദ മ. ആ ദമ വരുമ്പോൾ ആ ദ താളം വരും. ദസ ഒരു മീട്ട്, ദമ ഒരു മീട്ട്. ദമ വായിക്കുമ്പോൾ ദ താളം. പിന്നെ ഗമ ഗരിസ. രി ഗ മ ഗ മ രി ഗ സ രി ദ സ രി ഗ മ ദ മ ദ സ സ ദ സ ദ മ ഗ മ ഗ രി സ. ഇതാണ് പല്ലവിയുടെ 2 താളവട്ടം. ഈ 2 താളവട്ടം നമുക്ക് ഒന്നിച്ച് വായിക്കാം. ഓരോ താളവട്ടവും 2 പ്രാവശ്യം വായിക്കുക. താളമിടേണ്ട സ്ഥലവും ആരോഹണ ഗാന്ധാരവും അവരോഹണ ഗാന്ധാരവും വായിക്കേണ്ട രീതി, ഏത് സ്വരം മീറ്റണം, ഏത് സ്വരം മീട്ടാതിരിക്കുക, ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഓരോ താളവട്ടവും 2 പ്രാവശ്യം വായിക്കുക. ഇതാണ് ആഭോഗി രാഗത്തിലുള്ള വർണ്ണത്തിൻ്റെ പല്ലവിയിലുള്ള 2 താളവട്ടം. ഇനി അനുപല്ലവിയിലെ 2 താളവട്ടം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.